ജയിലിനകത്തുനിന്ന് പോയതല്ലേ, സ്വാഭാവികമായിട്ട് അയാളെ എന്തുകൊണ്ട് ഇതുപോലുള്ളൊരു ജയിലിൽ പാർപ്പിച്ചു എന്നൊരു ചോദ്യം നിൽക്കിയല്ലേ. അയാൾ കൊടും ക്രിമിനലാണ്, അയാളെ പാർപ്പിക്കാൻ പറ്റിയത് ഹൈടെക് സെക്യൂരിറ്റി ഉള്ള സ്ഥലത്താണ്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു ഫ്ലിംസി ആയിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനം മാത്രമുള്ള ഈ കണ്ണൂർ ജയിലിൽ എങ്ങനെയാണ് അയാളെ താമസിപ്പിക്കാനിടയായി? ഒരു സെല്ലിനകത്ത് അയാൾ ഒറ്റയ്ക്കല്ല, വേറൊരാൾ കൂടി സെല്ലിനകത്തുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ സെല്ലിനകത്തുള്ള CCTV മാർഗങ്ങളിലവർക്ക് പരിശോധിക്കരുതോ? അത് ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ അയാൾക്ക് അവിടെ നിന്ന് ചാടിപ്പോകാൻ പറ്റുമോ? ബാഹ്യമായ ഒരു സാഹചര്യവും സഹായവും ഇല്ലാതെ അയാൾക്ക് എങ്ങനെ പുറത്തേക്ക് ചാടിപ്പോകാം? അങ്ങ് സംശയിക്കുന്നു ഗോവിന്ദചാമിക്ക് ബാഹ്യമായ സഹായം കിട്ടിയതായി അങ്ങ് സംശയിക്കുന്നു? നിശ്ചയമായിട്ടും. അതല്ലാതെ ഒരു കാരണവശാലും ഒരു ജയിലിനകത്തുനിന്ന് ചാടിപ്പോകാൻ കഴിയില്ല. അയാൾക്ക് ആ ജയിലിന്റെ അന്തരീക്ഷം മുഴുവൻ അറിയാമായിരിക്കണം. അവിടെ രാത്രിയിലാണ് പോകുന്നത്, ആഹാരം കഴിക്കുന്നതിന് വേണ്ടി കാന്റീനിലോട്ട് പോകുന്ന വഴിക്കോ അയാൾ പുറത്ത് ബാത്റൂമിൽ പോകുന്നതിന് സമയത്തോ എല്ലാം പോലീസ് കാവലിൽ പോകേണ്ട കൊടും ക്രിമിനലാണ് ഇയാള് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. അപ്പൊ ജയിലിനകത്തുള്ള മൂവ്മെന്റ്സ് പോലും വാച്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അവിടെ. അങ്ങനെ സംവിധാനം ഇരിക്കെ ഇവരെ എല്ലാം കണ്ണുവെട്ടിച്ച് പോകണമെങ്കിൽ ആരെങ്കിലും ഉള്ളിൽ നിന്ന് സഹായിക്കാതെ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ സ്വാഭാവികമായ സംശയം.